മൂന്നാം മോദി സർക്കാരിന് കീഴിൽ ബി.ജെ.പി. സർക്കാരുണ്ടാക്കുമെന്ന് ഉറപ്പായെങ്കിലും കേവല ഭൂരിപക്ഷം നേടുന്നതിന് ബി.ജെ.പിക്കോ കോൺഗ്രസിനോ സാധിച്ചിട്ടില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രണ്ട് ചാണക്യന്മാരെയാകും ഈ സാഹചര്യത്തിൽ ബി.ജെ.പിയും കോൺഗ്രസും ആശ്രയിക്കുക. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെയും ആന്ധ്ര മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്ന ചന്ദ്രബാബു നായിഡുവിനെയുമാണ് ഇക്കൂട്ടത്തിൽ പെടുത്തിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് നേതാക്കളും ഇനി ഇന്ത്യൻ ഭരണത്തിൽ നിർണായക റോൾ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. നിതീഷിന്റെ ജനതാദൾ യുണൈറ്റഡും നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടി എന്നിവർ എൻ.ഡി.എ സഖ്യത്തിലുള്ളവരാണ്. എങ്കിലും അവസരവാദ രാഷ്ട്രീയത്തിൽ അഗ്രഗണ്യന്മാരായ രണ്ടുപേർ തങ്ങൾക്ക് അനുകൂലമായി വീശുന്ന കാറ്റിൽ പരമാവധി നേട്ടങ്ങൾ കൊയ്യാനായും മുതിരുക. ഇക്കുറി ഒറ്റയ്ക്ക് 400-ന് മുകളിൽ പ്രതീക്ഷിച്ച സീറ്റ് ബി.ജെ.പിക്ക് നേടാനായിട്ടില്ല. ആകെ കിട്ടിയത് 240 സീറ്റുകളാണ്. 272 എന്ന കേവല ഭൂരിപക്ഷത്തിന് 32 സീറ്റുകൾ അകലെ അവർക്ക് നിൽക്കേണ്ടി വന്നിരിക്കുകയാണ്. ആന്ധ്രയിൽ ടി.ഡി.പി 16 സീറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ബീഹാറിൽ ജെ.ഡി.യു 12 സീറ്റുകളിലും വിജയിച്ചു. ഈ രണ്ട് പാർട്ടികളും നൽകുന്ന 28 സീറ്റുകളുടെ പിന്തുണയോടെ മോദിയെ മൂന്നാം വട്ടവും അധികാര കസേരയിൽ കയറ്റാൻ നായിഡു നിതീഷ് കുമാറിന് കഴിയും. അങ്ങനെ കഴിയുന്നതിലൂടെ അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ ആകാനും സാധിക്കും. ആന്ധ്രയിലും അതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഒരുപോലെ പ്രതാപിയായിരുന്ന ഒരു കാലം ചന്ദ്രബാബു നായിഡുവിന് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അയാൾ താഴേക്ക് പതിച്ചെങ്കിലും വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അതും അതിശക്തനായിട്ടാണ് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത്. ദേശീയ തെരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടന്നിരുന്നു. ബി.ജെ.പിയെയും സിനിമാ താരം പവൻ കല്യാണിന്റെ ജനസേനയെയും കൂട്ടുപിടിച്ച് ആന്ധ്ര വീണ്ടും തിരിച്ചെടുത്തിരിക്കുകയാണ് നായിഡു. തൻ്റെ എതിരാളികളെയും മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡിയെയും നിലംപരിശാക്കിക്കൊണ്ടായിരുന്നു നായിഡുവിൻ്റെ തിരിച്ചുവരവ്. 175 അംഗ നിയമസഭയിൽ 135 സീറ്റുകൾ നേടി തെലുങ്കുദേശം പാർട്ടി വീണ്ടും സംസ്ഥാന ഭരണം സ്വന്തമാക്കിയിരിക്കുകയാണ് നായിഡു. പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി 21 സീറ്റുകൾ നേടിയപ്പോൾ ബി.ജെ.പി 8 സീറ്റുകളും സ്വന്തമാക്കുകയുണ്ടായി. എന്നാൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം നേരിടേണ്ടി വന്ന ഭരണകക്ഷിയായ വൈ.എസ്.ആർ കോൺഗ്രസ് പാർട്ടി വെറും 11 സീറ്റിലേക്ക് ഒതുങ്ങി പോവുകയാണ് ചെയ്തത്. 1999-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിയുമായി കൈകോർത്തായിരുന്നു നായിഡുവിൻ്റെ പോരാട്ടം. അന്ന് ഐക്യ ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായിരുന്ന നായിഡു 29 സീറ്റുകളായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ ടി.ഡി.പിക്ക് വേണ്ടി നേടിയത്. ആദ്യത്തെ ബി.ജെ.പി സർക്കാർ രൂപീകരിക്കാൻ ടി.ഡി.പിയെയും പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു അവർ. 29 സീറ്റുകൾ ടി.ഡി.പി തന്നെയായിരുന്നു ബി.ജെ.പിയുടെ പ്രധാന സഖ്യകക്ഷി. എങ്കിലും സർക്കാരിൽ ചേരാതെ പുറത്തുനിന്നുള്ള പിന്തുണയായിരുന്നു പാർട്ടി കൊടുത്തത്. എന്നാൽ ഒന്നാം വാജ്പേയി സർക്കാരിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. 2014-ൽ ഒന്നാം മോദി സർക്കാരിനും ടി.ഡി.പിയുടെ പിന്തുണയുണ്ടായിരുന്നു. സർക്കാരിലും അവർ പങ്കാളിയായി. 2018-ൽ ആന്ധ്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവർ എൻ.ഡി.എ സഖ്യത്തിൽ നിന്നും പുറത്തുപോരുകയും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വീണ്ടും കൂടിച്ചേരുകയും ചെയ്തു. പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ ബ്ലോക്കിലെ പ്രധാനിയായിരുന്ന നിതീഷ് കുമാർ അവസാന നിമിഷമാണ് ബി.ജെ.പിയിലേക്ക് ചാടിയത്. ഇത്തവണ നിതീഷിന്റെ ജെ.ഡി.യു പാർട്ടി 12 ലോക്സഭാ സീറ്റുകളിൽ ബീഹാറിൽ നിന്നും നേടിയിട്ടുണ്ട്. എൻ.ഡി.എ സഖ്യത്തിൽ നിർണായകമായ സംഭാവനയാണ് ഈ 12 സീറ്റുകൾ. അതുകൊണ്ട് തന്നെ വിലപേശാൻ തക്ക കരുത്ത് നിതീഷിന് ഇത്തവണയും കിട്ടിയിട്ടുണ്ട്. ബി.ജെ.പി ബന്ധം നിതീഷിന് പുതുമയുള്ളതല്ല. ഹ്രസ്വമായ ഒന്നാം വാജ്പേയി സർക്കാരിൽ റെയിൽവേ ഉൾപ്പെടെയുള്ള കാബിനറ്റ് വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്നു നിതീഷ് കുമാർ. 2000-2004-ലെ രണ്ടാം വാജ്പേയി സർക്കാരിലും നിതീഷിന് ക്യാബിനറ്റ് വകുപ്പുകൾ കിട്ടി. 2009-ലും എൻ.ഡി.എയുടെ ഭാഗമായിരുന്ന നിതീഷ് ബീഹാറിൽ 20 സീറ്റുകൾ എന്ന വലിയ വിജയം നേടിയെങ്കിലും അത്തവണ ബി.ജെ.പി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയില്ല. 2014-ൽ മോദിയെ എതിർത്തുകൊണ്ട് നിതീഷ് എൻ.ഡി.എ വിടുകയും ചെയ്തു. അക്കുറി ബീഹാറിൽ ജെ.ഡി.യു ഒറ്റയ്ക്ക് മത്സരിച്ചു. ഫലം കനത്ത തോൽവിയായിരുന്നു. 2 സീറ്റുകൾ മാത്രമായിരുന്നു അവർക്ക് കിട്ടിയത്. 2015-ലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് ലാലുവിനൊപ്പം കൂടി. സംസ്ഥാന ഭരണം അവർ പിടിക്കുകയും ചെയ്തു. എന്നാൽ 2 വർഷത്തിനിപ്പുറം നിതീഷ് ലാലുവിനെ തള്ളിക്കളഞ്ഞ് വീണ്ടും ബി.ജെ.പിക്കൊപ്പം പോയി. ആ തവണ ബീഹാറിൽ എൻ.ഡി.എ ആകെയുള്ള 40 സീറ്റിൽ 39 എണ്ണവും കൈക്കലാക്കി. 2020-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതോടെ നിതീഷ് വീണ്ടും ബി.ജെ.പി ബന്ധം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. 2022-ൽ വീണ്ടും ലാലുവിൻ്റെ ആർ.ജെ.ഡിയെ കൂട്ടുപിടിച്ച് നിതീഷ് ബീഹാറിൽ ഒരിക്കൽ കൂടി ഭരണം പിടിച്ചു. 2024-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടി പ്രതിപക്ഷം രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിൽ പ്രധാനിയുമായി. എന്നാൽ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കെ അയാൾ വീണ്ടും ബി.ജെ.പിക്കൊപ്പം പോവുകയാണ് കണ്ടത്. സർക്കാർ രൂപീകരണത്തിലുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇനി ഈ രണ്ട് വ്യക്തികളെ കൂടി പരിഗണിച്ചായിരിക്കും മുന്നോട്ട് പോകാൻ ഏത് മുന്നണിക്കാണെങ്കിലും സാധിക്കുക.